എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ ഒരുപാട് അപകടത്തിൻ്റെ വാർത്തകളും ദാരുണമായ മരണങ്ങളും കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം ചെന്ന് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ചെറുകുന്നിലേക്ക് പോകുന്ന കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 9 വയസ്സുള്ളൊരു കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് മരണം. കാറിലുണ്ടായിരുന്ന കാസർഗോഡ് ഭീമനടി സ്വദേശികളായ സുധാകരൻ, പത്മകുമാർ, കൃഷ്ണൻ, അജിത, 9 വയസ്സുകാരൻ ആകാശ് എന്നിവരാണ് മരിച്ചത്. കണ്ണൂരിൽ നിന്ന് ഈ അപകട സ്ഥലത്ത് നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. സങ്കടകരമായൊരു വാർത്തയാണ് രാത്രിയിൽ വന്നത്. ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുമ്പോൾ അപകടത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? SKN, അതീവ ദുഃഖകരമായ ഒരു ദുരന്തമാണ് നടന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 10:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കാസർഗോഡ് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേരും ഈ കാറിൻ്റെ ഡ്രൈവറുമാണ് അപകടത്തിൽ മരിച്ചത്, 9 വയസ്സുള്ള ഒരു കുട്ടിയടക്കം. ഈ വാഹനം മകനെ, അതായത് ഈ കാറിലുണ്ടായിരുന്ന കുടുംബത്തിലെ മകനെ കോഴിക്കോട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർത്തു. അതിനുശേഷം അവിടെ ഒരു ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടി. കാസർഗോഡ് നിന്ന് അവർ വാഹനത്തിൽ അങ്ങോട്ടേക്ക് പോയി. അവിടെ കുട്ടിയെ ഹോസ്റ്റലിലാക്കി. അതിനുശേഷം തിരികെ മടങ്ങുന്ന വഴിക്ക് കണ്ണൂർ, അതായത് കാസർഗോഡ് റൂട്ടിലെ കണ്ണപുരം ചെറുകുന്ന് പുന്നച്ചേരി എന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകളാണ്. ഈ വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ വാഹനം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ വാഹനത്തിലൊക്കെ ഇന്നലെ രാത്രിയിലടക്കം നോക്കുകയായിരുന്നു. ആ വാഹനത്തിൽ അവർ കോഴിക്കോട് നിന്ന് വാങ്ങിച്ച മധുരപലഹാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതാണ് നമ്മളെ വീണ്ടും നമ്മുടെ നിരത്തുകളിൽ ജീവൻ പൊലിയുമ്പോൾ അങ്ങേയറ്റം ചിന്തിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ അപകടം സംബന്ധിച്ച് ദൃക്സാക്ഷികളും പോലീസും ഒക്കെ പ്രാഥമികമായി നൽകുന്ന വിവരം, ഈ വാഹനം കണ്ണൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് കണ്ണൂർ ഭാഗത്ത് നിന്ന് പഴയങ്ങാടി റൂട്ടിലൂടെ നേരെ കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഒരു നാഷണൽ പെർമിറ്റ് ലോറിയും ഇതേ ട്രാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ആ നാഷണൽ പെർമിറ്റ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആ ലോറിക്ക് ഈ കാർ ഇടിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ കാർ വട്ടം കറങ്ങി നേരെ എതിർ ട്രാക്കിലേക്ക് പോവുകയായിരുന്നു. എതിർ ട്രാക്കിൽ വന്നിരുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുമായി ഈ വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൻ്റെ ആഘാതത്തിൽ ഈ വാഹനം പൂർണ്ണമായും തകർന്നു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ, മറ്റു വാഹനങ്ങളിൽ എത്തിയവരൊക്കെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചു. ഒരാളെ മാത്രമാണ് നാട്ടുകാർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തി ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗം തകർത്താണ് കാറിനകത്ത് കുടുങ്ങിയ യാത്രക്കാരെ പുറത്തെടുത്തത്. സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് 5 പേരുടെയും മരണം സംഭവിച്ചു. അത്ര വലിയ ആഘാതമായിരുന്നു ഇടിയിൽ ഉണ്ടായത്. കാസർഗോഡ് കാലിച്ചാനടുക്കം സ്വദേശിയായ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ പത്മകുമാർ, ഭീമനടി കമ്മാടം കുന്നുങ്കൈ സ്വദേശികളായിട്ടുള്ള സുധാകരൻ്റെ ഭാര്യ അജിതയുടെ പിതാവ് കൃഷ്ണൻ, അജിതയുടെ സഹോദരൻ അജിത്തിൻ്റെ മകനായ ആകാശ്, 9 വയസ്സുകാരനായ ആകാശ് എന്നിവരാണ് മരിച്ചത്. അതിൽ ഈ സീനിൽ 2 ലോറികളുണ്ട്. ഒരു ലോറി നാഷണൽ പെർമിറ്റ് ലോറിയാണ്. ആ ലോറിക്കാണ് ഈ 2 ലോറികളുടെയും ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയാൽ കാണാം, ഈ വാഹനത്തിൻ്റെ ഈ ഭാഗമൊക്കെ ഈ ഇടിയുടെ ആഘാതത്തിൽ അകത്തേക്ക് കയറി. അതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വർദ്ധിപ്പിച്ചത്. ആളുകൾ വന്ന് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറുകളൊന്നും തുറക്കാൻ കഴിയുന്നില്ല. എല്ലാ ഭാഗവും അകത്തേക്ക് ഇടിച്ചു കയറി. അത്ര വലിയ ആഘാതത്തിലാണ് ഈ അപകടം നടന്നത് എന്നാണ് നമുക്ക് വാഹനം പൂർണ്ണമായും തകർന്നു. കാരണം ആദ്യത്തെ ലോറിക്ക് തട്ടിയ പാടെ തന്നെ ഈ വാഹനം വട്ടം കറങ്ങി എന്നാണ് ദൃക്സാക്ഷികൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മളിവിടെ എത്തിയപ്പോൾ ദൃക്സാക്ഷികളൊക്കെ നമ്മളോട് പറഞ്ഞത്. ആ വട്ടം കറങ്ങി നേരെ എതിർ ട്രാക്കിലേക്ക് പോയി. എതിർ ട്രാക്കിലാണ് ഗ്യാസ് സിലിണ്ടർ വാഹനം വന്നത്. അതും വലിയ ഒരു ലോറിയാണ്. ആ ലോറിയും നേരെ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. രക്ഷപ്പെടാൻ ഏതെങ്കിലും നിലയ്ക്ക് വാഹനം വെട്ടിച്ചു മാറ്റാനോ മറ്റും ആ ഘട്ടത്തിൽ കഴിയാതെ പോയി. കാരണം ആദ്യത്തെ ഒരു ഇടി നടന്നു കഴിഞ്ഞു. രണ്ടാമത്തെ ഇടിയിലാണ് ഇത്ര വലിയ ഈ 5 പേരുടെയും മരണത്തിനിടയാക്കിയ വിധത്തിലേക്ക് ഈ ആഘാതം മാറിയത് എന്നതാണ്. ഒപ്പം രക്ഷാപ്രവർത്തനവും സാധ്യമായിരുന്നില്ല. വേഗത്തിലൊക്കെ പുറത്തെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ജീവൻ്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ ആശുപത്രിയിലേക്ക് മാറ്റാമായിരുന്നു. പക്ഷേ ഒരാളെ മാത്രം പുറത്ത് എടുക്കാനാണ് കഴിഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് 1/4 മണിക്കൂറോളം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ വന്ന് പരിശ്രമിച്ച് പണിപ്പെട്ട് ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഇവരെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴത്തേക്കും അവരുടെ എല്ലാം ജീവൻ നഷ്ടമായിരുന്നു. അപ്പോൾ ആദ്യം നാട്ടുകാർ പുറത്തെടുത്ത ആളെയും വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 5 പേരുടെയും മൃതദേഹങ്ങൾ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം അവിടെ നടക്കും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അവിടെയും ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു ആശുപത്രിയിലേക്കും. കാരണം അവിടെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എന്തെല്ലാം തരത്തിലുള്ള ജാഗ്രതയും കരുതലും നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് വീണ്ടും ചിന്തിപ്പിക്കുന്ന കാര്യം കൂടിയാണ്.
കൂടിയാണ്. കാരണം ഈ വാഹനത്തിൻ്റെ അവസ്ഥ തന്നെ കാണുമ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്ത് ഫയർഫോഴ്സ് സംഘം എത്തി അവരുടെ സേനാംഗങ്ങൾ കട്ട് ചെയ്തതാണ്. കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് പുറത്തേക്ക് എടുത്തത്. അത്രത്തോളം ഇടിയുടെ ആഘാതം ഉണ്ടായിരുന്നു. വാഹനം അങ്ങനെ പൂർണ്ണമായും നശിക്കുന്നത്, പൂർണ്ണമായും ഏതാണ്ട് ഈ അവസ്ഥയിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അപകടം എന്ന നിലയ്ക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മോട്ടോർ വാഹന വകുപ്പും പോലീസും പ്രത്യേകം പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. 2 വാഹനങ്ങൾ, നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഡ്രൈവറും ഒപ്പം ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുടെ ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. അവരുടേതായ മൊഴിയാണ് പോലീസിന് ഇപ്പോൾ നൽകിയത്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധനകളിലേക്ക് പോകുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക്. പക്ഷേ ദൃക്സാക്ഷികളിൽ നിന്നും പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ അവർ പറയുന്നത് ആദ്യം ഈ നാഷണൽ പെർമിറ്റ് ലോറിയും കാറും ഒരേ ട്രാക്കിൽ തന്നെയായിരുന്നു. അതായത് കണ്ണൂർ ഭാഗത്തു നിന്ന് ഈ 2 ലോറികളും കോഴിക്കോട് ഭാഗത്തു നിന്ന് തന്നെ വരികയായിരുന്നു. കണ്ണൂരെത്തി, കണ്ണൂർ പിന്നിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് ഒരേ ട്രാക്കിൽ തന്നെ പോവുകയായിരുന്നു. ഈ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ നാഷണൽ പെർമിറ്റ് ലോറിയിൽ കാർ ഇടിക്കുകയും ഈ കാർ വട്ടം കറങ്ങുകയും എതിർ ട്രാക്കിലേക്ക്, അതായത് റോങ് ട്രാക്കിലേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ ആ ട്രാക്കിൽ കോഴിക്കോട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി വന്ന് നേരെ ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെയും കാർ ഏറെ ദൂരം നിരങ്ങി നീങ്ങുകയും വട്ടം കറങ്ങുകയും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് മറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടിയാണ് ഈ കാർ ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായി. അത്ര വലിയൊരു ആഘാതമുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെയായി അവർ യാത്ര ചെയ്തതാണ്. മകന് CAക്ക് അഡ്മിഷൻ കിട്ടി എന്നാണ് നമ്മൾ ബന്ധുക്കളിൽ നിന്നും ഒക്കെ അവിടെയുള്ള നാട്ടുകാരിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അഡ്മിഷന് വേണ്ടി അവിടെ പഠനം തുടരണമെങ്കിൽ അവിടെ ഒരു ഹോസ്റ്റൽ അഡ്മിഷൻ വേണം. ആ ഹോസ്റ്റൽ അഡ്മിഷനൊക്കെ എടുത്ത് അവിടെ ആക്കിയതിന് ശേഷമാണ് അവർ സന്തോഷത്തോടെ തിരിച്ചു പോയത്. പക്ഷേ അതൊരു വലിയ ദുരന്തത്തിലേക്ക് പര്യവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതെങ്കിലും നിലയ്ക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ആ സമയത്ത് വലിയ തോതിൽ ശ്രമിച്ചു നോക്കി. പക്ഷേ അവരൊക്കെ നിസ്സഹായരായിപ്പോയി. ഒടുവിൽ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തി കട്ട് ചെയ്ത് പുറത്തെടുക്കേണ്ടി വന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരവിടെ നിന്ന് മധുരപലഹാരങ്ങളൊക്കെ വാങ്ങി സന്തോഷത്തോടെ തിരികെ മടങ്ങുകയായിരുന്നു. 9 വയസ്സുകാരനായ ഒരു കുഞ്ഞും ഒക്കെ ആ വാഹനത്തിനകത്തുണ്ടായിരുന്നു. അത്രയും സന്തോഷത്തോടെയുള്ള അവരുടെ യാത്രയാണ് പക്ഷേ വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറിയത്. ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും പ്രത്യേകം കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ വിശദമായ പരിശോധനകളിലേക്കും മറ്റും കടക്കും. ഈ ലോറി ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് ഏതെല്ലാം നിലയ്ക്കുള്ള പിഴവുകളാണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള പരിശോധനകളിലേക്ക് പോകുന്നുണ്ട്. ആ ഭാഗത്തൊരു ഈ വാഹനം ഇപ്പോൾ കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിരിക്കുന്നതാണ്. അതായത് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഈ വാഹനം അപകടമുണ്ടായ സീനിൽ നിന്ന് മാറ്റിയിട്ടിരിക്കുകയാണ്. മറ്റ് 2 ലോറികൾ കൂടി നിലവിൽ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും കസ്റ്റഡിയിൽ തന്നെയാണ്. മറ്റ് പരിശോധനകളും നടപടിക്രമങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോകും എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളൊരു നേരെ കുറച്ചുകൂടി മുൻഭാഗത്തുള്ള പമ്പിൻ്റെ മുന്നിൽ വെച്ചാണ്, അതായത് പുന്നച്ചേരി എന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ പക്ഷേ ഈ അപകടം നടക്കുന്ന സമയത്തെ ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ദൃക്സാക്ഷികളുടെയും മറ്റ് വാഹനത്തിലെ ഡ്രൈവർമാർ, പമ്പിലുള്ള ജീവനക്കാരുടെ മൊഴി ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്കൊക്കെ കടക്കുന്നത്. പക്ഷേ 5 മനുഷ്യജീവനുകളാണ് ഈ ഒരു അപകടത്തിൽ. അതൊരു വലിയ ദുരന്തമാകുന്നത്. ഇത്രയും 5 പേരുടെ, അതിൽ 4 പേരും കുടുംബാംഗങ്ങളാണ്, ഒപ്പം വാഹനത്തിൻ്റെ ഡ്രൈവറുമാണ്. അങ്ങനെ 5 പേരുടെ ജീവൻ നഷ്ടമാകുന്നു എന്ന ദുഃഖകരമായ ഒരു കാര്യം. പലപ്പോഴും ഇത് ദേശീയപാതയുടെ കൂടി ഭാഗമാണ്. പക്ഷേ ദേശീയപാത ആണെങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ ഒരു ചെറിയ ലൈനാണ്. ഒപ്പം രാത്രി സമയമാണ്. നല്ല വേഗതയിലൊക്കെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യും എല്ലാ വാഹനങ്ങളും. ഏതായാലും 5 ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു ദുരന്ത വാർത്ത. SK. ഓക്കെ, സജോ ദേവസിയാണ് നമുക്കൊപ്പം ചേർന്നത് കണ്ണൂരിൽ നിന്ന്. വളരെ സങ്കടകരമായൊരു വാർത്തയാണ് ഉണ്ടായത്. ചെറുകുന്ന് പുന്നച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 9 പേർ മരിച്ചു. 5 പേർ മരിച്ചു. അതിൽ 9 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് അലുവ ഉൾപ്പെടെയുള്ള മധുര പലഹാരങ്ങൾ വാങ്ങി മടങ്ങിയ അവരുടെ വണ്ടി നേരെ യാത്ര പോയത് മരണത്തിലേക്കായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വല്ലാത്ത സങ്കടകരമായ സാഹചര്യമാണ് കണ്ണൂരിൽ ഇന്നലെ രാത്രി 10 മണിക്ക് ഉണ്ടായത്. ഇനി റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മുടെ സംസ്ഥാന അധികാരികളും നാഷണൽ ഹൈവേ അതോറിറ്റിയും ചെയ്യട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലായി റോഡിൽ പൊലിയുന്ന ആളുകളുടെ എണ്ണം കോവിഡ് കാലത്ത് മരിച്ച ആളുകളുടെ എണ്ണത്തേക്കാൾ എത്രയോ കൂടുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ വേട്ടയാടുന്നു. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.